സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വീട്ടിൽ സാമ്പത്തിക ഐശ്വര്യം വരാനായി നമ്മുടെ എല്ലാം അടുക്കളയിലുള്ള അരിപ്പാത്രത്തിൽ ചില പ്രത്യേക സാധനങ്ങൾ വെക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വിശ്വാസം. അതാണിതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. നമ്മൾ തുടങ്ങുന്നത് അടുക്കളയിലെ ഒരു സാധാരണ പാത്രത്തിൽ നിന്നാണ്. എന്നാൽ ഈ വീഡിയോ അതിനെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു വലിയ പ്രതീകമാക്കി മാറ്റുന്നു. പിന്നെ അതിലേക്ക് നാണയവും സുഗന്ധദ്രവ്യങ്ങളും പോലുള്ള വസ്തുക്കൾ ചേർത്ത് അതിനൊരു ആചാരത്തിന്റെ രൂപം നൽകുന്നു. ഒടുവിൽ ഇതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിച്ച് നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു മാർഗമാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അരിപ്പാത്രം? നമ്മുടെ അടുക്കളയിൽ വേറെയും ഒരുപാട് പാത്രങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ പ്രത്യേക പാത്രത്തിന് ഇത്ര പ്രാധാന്യം കൽപ്പിക്കുന്നുവെന്നാണ് പറയുന്നത്? അതൊരു വളരെ നല്ല ചോദ്യമാണ്. അരിപ്പാത്രം എന്നത് കേവലം അരി സൂക്ഷിക്കാനുള്ള ഒരു ഉപകരണം മാത്രമല്ല. ഒരു വീടിന്റെ നിലനിൽപ്പിന്റെയും സമൃദ്ധിയുടെയും അടിസ്ഥാന ഘടകമായ ധാന്യം സൂക്ഷിക്കുന്ന ഇടമാണത്. അതുകൊണ്ടുതന്നെ മഹാലക്ഷ്മി വസിക്കുന്ന 108 ദിവ്യമായ ഇടങ്ങളിൽ ഒന്നായി അരിപ്പാത്രത്തെ ഇതിൽ കണക്കാക്കുന്നു. ഒരു വീട്ടിലെ ഐശ്വര്യത്തിന്റെ കേന്ദ്രം അടുക്കളയാണെന്നും ആ അടുക്കളയുടെ ഹൃദയം അരിപ്പാത്രമാണെന്നുമുള്ള ഒരു സങ്കല്പമാണിവിടെ. ഓ, അപ്പോ പൂജയ്ക്കൊക്കെ വെക്കുന്ന നിറബര പോലെ ഒരു പ്രതീകാത്മകമായ അർത്ഥം സാധാരണ അരിപ്പാത്രത്തിന് കൊടുക്കുവാണല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. നിറബറ എങ്ങനെയാണോ സമൃദ്ധിയുടെയും പൂർണ്ണതയുടെയും അടയാളമാകുന്നത്, അതുപോലെയാണ് വീട്ടിലെ അരിപ്പാത്രം. അതുകൊണ്ടാണ് ആ പാത്രം ഒരിക്കലും പൂർണ്ണമായി കാലിയാക്കി വെക്കരുതെന്ന് ഈ വീഡിയോയിൽ പ്രത്യേകം ഊന്നിപ്പറയുന്നത്. അതിലെ അരി കുറയും തോറും വീട്ടിലെ ലക്ഷ്മി ചൈതന്യം കുറയും എന്നൊരു വിശ്വാസത്തെക്കുറിച്ചും ഇതിൽ പരാമർശമുണ്ട്. പാത്രം നിറഞ്ഞിരിക്കുന്നത് വീട്ടിൽ ഐശ്വര്യം നിറഞ്ഞിരിക്കുന്നതിന് തുല്യമാണ് എന്ന ശക്തമായൊരു സങ്കല്പമാണ് ഇതിന്റെ അടിത്തറ. ശരി, അപ്പോൾ അരിപ്പാത്രം സമൃദ്ധിയുടെ പ്രതീകമായി മാറി. ഇനി അടുത്ത ഘട്ടം ഈ സമൃദ്ധിയെ ആകർഷിക്കാനായി അതിൽ വെക്കേണ്ട വസ്തുക്കളാണ്. 3 പ്രധാന വസ്തുക്കളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ആദ്യത്തേത് ഒരു നാണയമാണ്. വെള്ളിരൂപ നാണയം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ശുദ്ധമായ വെള്ളി ആകണമെന്നില്ല. വെള്ളി നിറത്തിലുള്ള സാധാരണ 1 രൂപയോ 5 രൂപയോ ആയാൽ മതിയെന്നും വ്യക്തമാക്കുന്നുണ്ട്. പണത്തെ ആകർഷിക്കാൻ പണം തന്നെ വെക്കുന്നു. അതിലൊരു യുക്തിയുണ്ട്. പക്ഷെ അതിനപ്പുറം എന്തെങ്കിലും അർത്ഥങ്ങൾ ഇതിനുണ്ടോ? തീർച്ചയായും. ആ നാണയത്തിന് പലതരത്തിലുള്ള അർത്ഥങ്ങൾ നൽകുന്നുണ്ട്. ഒന്നാമത്തേതും ഏറ്റവും ലളിതവുമായ കാരണം, നിങ്ങൾ പറഞ്ഞതുപോലെ പണം എന്നത് മഹാലക്ഷ്മിയുടെ ഏറ്റവും പ്രകടമായ രൂപമാണ്. അതുകൊണ്ട് അരിപ്പാത്രത്തിൽ നാണയം വെക്കുന്നത് ലക്ഷ്മിയെ നേരിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമായി കാണുന്നു. ലക്ഷ്മി ദേവിയുടെ ചിത്രമുള്ള നാണയമാണെങ്കിൽ ഏറ്റവും ഉത്തമം എന്നും ഇതിൽ പറയുന്നുണ്ട്. ഓക്കേ, അത് പ്രത്യക്ഷത്തിലുള്ള കാരണം. അപ്പോൾ പരോക്ഷമായ കാരണങ്ങളോ? അതെ, അവിടെയാണ് കുറച്ചുകൂടി ആഴത്തിലുള്ള വിശ്വാസങ്ങൾ വരുന്നത്. ജ്യോതിഷപരമായി വെള്ളി എന്ന ലോഹത്തിന് അല്ലെങ്കിൽ വെള്ളി നിറത്തിന് ചന്ദ്രനുമായി ബന്ധമുണ്ട്. ചന്ദ്രൻ മനസ്സിന്റെയും ധനത്തിന്റെയും കാരകനായാണ് ജ്യോതിഷത്തിൽ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ വെള്ളി നിറമുള്ള നാണയം വെക്കുന്നതിലൂടെ മനസ്സിന്റെ സന്തോഷത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും കാരണമായ ചന്ദ്രന്റെ അനുകൂല ഊർജത്തെ ആകർഷിക്കുകയാണ് എന്നൊരു സങ്കല്പമുണ്ട്. ചുരുക്കത്തിൽ ആ ഒരു ചെറിയ നാണയം പണത്തെ മാത്രമല്ല മനസ്സിനെയും സ്വാധീനിക്കുന്ന ഒന്നായി മാറുന്നു. ശരി, അപ്പോ നാണയം പണത്തിന്റെയും ചന്ദ്രന്റെയും സ്വാധീനത്തിന്റെ പ്രതീകമാണ്, അത് മനസ്സിലാക്കാം. പക്ഷെ അടുത്ത 2 വസ്തുക്കൾ കേട്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ കൗതുകം തോന്നിയത്. ഏലക്കായും ഗ്രാമ്പൂവും. നമ്മൾ ബിരിയാണിയിലും കറിയിലൊക്കെ ഇടുന്ന സാധനങ്ങളല്ലേ? അതിനെങ്ങനെയാണ് ഐശ്വര്യം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്? അതെ, സാധാരണ അടുക്കള ചേരുവകൾ തന്നെ. പക്ഷേ ഇവിടെയാണ് വിശ്വാസവും പ്രായോഗികതയും ഒരുമിച്ചു വരുന്നത്. ഈ വീഡിയോയിൽ ഇതിന് 2 തരത്തിലുള്ള കാരണങ്ങൾ നൽകുന്നുണ്ട്. ഒന്ന്, ആത്മീയമായ കാരണം. ഏലം, ഗ്രാമ്പൂ, തക്കോലം, ജാതിപത്രി പോലുള്ള സുഗന്ധദ്രവ്യങ്ങൾക്ക് അന്തരീക്ഷത്തിലെ നെഗറ്റീവ് ഊർജത്തെ അകറ്റി ഒരു പോസിറ്റീവ് പ്രഭാവലയം സൃഷ്ടിക്കാൻ കഴിവുണ്ടെന്നാണ് വിശ്വാസം. ഈ സുഗന്ധം നിലനിൽക്കുന്നിടത്ത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ടാകുമെന്നും അവിടെ ദാരിദ്ര്യത്തിനോ ദുരിതത്തിനോ സ്ഥാനമുണ്ടാകില്ല എന്നുമുള്ള ഒരു സങ്കല്പമാണ് ഇതിന് പിന്നിൽ. ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ അരിയിലിട്ട് വെക്കുന്നത് പ്രാണികളെയും പുഴുക്കളെയും കീടങ്ങളെയും സ്വാഭാവികമായി അകറ്റി നിർത്താൻ സഹായിക്കും. ഒപ്പം അരിക്ക് നല്ലൊരു സുഗന്ധം നൽകുകയും ചെയ്യും. അപ്പോൾ ധാന്യം കേടുകൂടാതെ സൂക്ഷിക്കുക എന്ന പ്രായോഗികമായ ആവശ്യവും വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുക എന്ന ആത്മീയമായ വിശ്വാസവും ഇവിടെ ഒരുമിച്ച് ചേരുകയാണ്.
പണ്ടുകാലത്തെ പല ആചാരങ്ങളുടെയും പിന്നിൽ ഇതുപോലുള്ള പ്രായോഗികമായ കാരണങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വസ്തുക്കളെടുത്ത് വെറുതെ അരിപ്പാത്രത്തിൽ കൊണ്ടിട്ടാൽ പോരാ. ഇതിന് കൃത്യമായൊരു രീതിയും ചിട്ടയുമൊക്കെ പറയുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം വേണം ഇത് ചെയ്യാനെന്നും പ്രത്യേകം പറയുന്നു. എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ചയ്ക്ക് ഇത്ര പ്രാധാന്യം? അതെ, ഈ അനുഷ്ഠാനത്തിന്റെ ചിട്ടകളിലാണ് ഇതിന്റെ ഗൗരവം വരുന്നത്. ജ്യോതിഷവിശ്വാസമനുസരിച്ച് ശുക്രന്റെ ദിവസമാണ് വെള്ളി. ശുക്രൻ ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ഭൗതിക സുഖങ്ങളുടെയും ഗ്രഹമായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ ഭൂമിയിൽ മഹാലക്ഷ്മിയുടെ ചൈതന്യം ഏറ്റവും കൂടുതലായി നിറഞ്ഞു നിൽക്കുമെന്നാണ് വിശ്വാസം. ആ ദിവസം ഈ കർമ്മം ചെയ്യുന്നത് ഏറ്റവും ഉചിതമായിരിക്കുമെന്ന് ഇതിൽ പറയുന്നു. ഒരു മിനിറ്റ്. അപ്പോൾ വെറുതെ പാത്രത്തിലിട്ടാൽ പോരാ, ഇതിന് പല ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ആ ഘട്ടങ്ങൾ? എന്തിനാണ് ഇത്രയും ചിട്ടകൾ? ഈ ഓരോ സ്റ്റെപ്പിനും പ്രത്യേക കാരണങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ടോ? തീർച്ചയായും ഓരോ ഘട്ടത്തിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. വെറുമൊരു പ്രവൃത്തിയെ ഒരു ശ്രദ്ധാപൂർവമായ അനുഷ്ഠാനമാക്കി മാറ്റുന്നത് ഈ ഘട്ടങ്ങളാണ്. ഒന്നാമത്തേത് ശുദ്ധീകരണമാണ്. ആദ്യം ചെയ്യേണ്ടത് അരിപ്പാത്രം പൂർണ്ണമായും കാലിയാക്കി നന്നായി കഴുകി ഉണക്കി വൃത്തിയാക്കുക എന്നതാണ്. പഴയതൊക്കെ ഒഴിവാക്കി പുതിയൊരു തുടക്കം. അതെ, അതുതന്നെ. പഴയ ദോഷങ്ങളെല്ലാം ഒഴിവാക്കി ശുദ്ധമായ ഒരിടത്ത് ഐശ്വര്യത്തെ ക്ഷണിച്ചിരുത്തുന്നു എന്ന സങ്കല്പം. അതുപോലെ ഉപയോഗിക്കുന്ന നാണയവും ശുദ്ധീകരിക്കണം. വെറുതെ എടുത്തു വെക്കുകയല്ല. അത് ഉപ്പുവെള്ളത്തിലോ മഞ്ഞൾ വെള്ളത്തിലോ പാലിലോ കഴുകി ശുദ്ധീകരിക്കണമെന്ന് പറയുന്നു. ഇതിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, അതിലെ അഴുക്കും മാലിന്യങ്ങളും നീക്കം ചെയ്യുക എന്ന ഭൗതികമായ ശുദ്ധി. രണ്ട്, പല കൈമറിഞ്ഞു വന്ന ആ നാണയത്തിലെ നെഗറ്റീവ് ഊർജങ്ങളെല്ലാം നീക്കം ചെയ്യുക എന്ന ആത്മീയമായ ശുദ്ധി. ഓക്കെ. അപ്പോൾ പാത്രവും നാണയവും ശുദ്ധീകരിച്ചു. അതിനുശേഷം നേരെ പാത്രത്തിൽ വെക്കുകയാണോ? അല്ല, അവിടെയാണ് രണ്ടാമത്തെ ഘട്ടം വരുന്നത്. പൂജ അഥവാ സമർപ്പണം. ശുദ്ധീകരിച്ച നാണയം തലേദിവസം രാത്രി, അതായത് വ്യാഴാഴ്ച, നമ്മുടെ പൂജാമുറിയിൽ വെച്ച് അന്നപൂർണേശ്വരിയെയും മഹാലക്ഷ്മിയെയും പ്രാർത്ഥിച്ച് സമർപ്പിക്കണം. തന്റെ വീട്ടിൽ ധനവും ധാന്യവും ഐശ്വര്യവും നിറയണേ എന്ന് പ്രാർത്ഥിച്ച് ആ നാണയം ദേവിക്ക് മുന്നിൽ വെക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ സാധാരണ നാണയത്തിലേക്ക് ദൈവികമായ അനുഗ്രഹം ആവാഹിക്കപ്പെടുന്നു എന്നാണ് സങ്കല്പം. അതോടെ അതൊരു സാധാരണ നാണയമല്ലാതായി മാറുന്നു. കൊള്ളാം. അതായത് ആ നാണയത്തെ ഒരു സാധാരണ ലോഹകഷ്ണത്തിൽ നിന്ന് ഒരു ചാർജ് ചെയ്ത വസ്തുവാക്കി മാറ്റുന്നു. എന്നിട്ടോ വെള്ളിയാഴ്ച എന്തു ചെയ്യണം? അതെ, വെള്ളിയാഴ്ചയാണ് മൂന്നാമത്തെ ഘട്ടം, തയ്യാറാക്കൽ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായ ശേഷം പൂജാമുറിയിൽ വെച്ച ആ നാണയവും പൊട്ടാത്ത നല്ല പച്ച ഏലയ്ക്കായും മൊട്ടോട് കൂടിയ 3, 5 അല്ലെങ്കിൽ 7 ഗ്രാമ്പുവും എടുക്കുക. ഈ ഒറ്റ സംഖ്യകൾക്ക് പല വിശ്വാസങ്ങളിലും പ്രാധാന്യമുണ്ടേ. ഇതെല്ലാം ഒരുമിച്ച് ഒരു ചെറിയ മഞ്ഞത്തുണിയിലോ വെള്ളത്തുണിയിലോ കിഴികെട്ടി പൊതിയണം. മഞ്ഞയും വെള്ളയും ശുദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നിറങ്ങളായാണ് കണക്കാക്കുന്നത്. ഇനി അഥവാ തുണി കിട്ടിയില്ലെങ്കിൽ എഴുത്തുകളോ ചിത്രങ്ങളോ ഒന്നുമില്ലാത്തൊരു വെളുത്ത കടലാസിൽ പൊതിഞ്ഞാലും മതി. ശരി. അപ്പോൾ ആ പൊതി തയ്യാറായി. അവസാനമായി ഈ പൊതി അരിപ്പാത്രത്തിൽ വയ്ക്കുന്നു. അതാണോ നാലാമത്തെയും അവസാനത്തെയും ഘട്ടം? അതെ, നിക്ഷേപിക്കൽ. വൃത്തിയാക്കി വെച്ച അരിപാത്രത്തിന്റെ ഏറ്റവും അടിയിലായി ഈ കിഴി വയ്ക്കുക. അതിനുശേഷം അന്നപൂർണേശ്വരിയെയും മഹാലക്ഷ്മിയെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അതിലേക്ക് പുതിയ അരി നിറയ്ക്കുക. പാത്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ഈ ഐശ്വര്യത്തിന്റെ പ്രതീകങ്ങൾ വെക്കുന്നത് ആ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറയായി എപ്പോഴും നിലനിൽക്കാനും അതിനു മുകളിൽ സമൃദ്ധി വന്നു നിറയാനും വേണ്ടിയാണെന്ന് ഒരു ശക്തമായ സങ്കല്പം ഇതിനു പിന്നിലുണ്ട്. ദിവസവും പ്രത്യേകിച്ച് വീട്ടമ്മമാർ 1, 2, 3 തവണയെങ്കിലും പാചകത്തിനായി അരിയെടുക്കുമല്ലോ. ഓരോ തവണ അരിയെടുക്കുമ്പോഴും പാത്രത്തിനടിയിൽ താൻ വെച്ച ആ കിഴിയെക്കുറിച്ച് ഒരു ഓർമ്മ മനസ്സിൽ വരും. അതായത് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു റിമൈൻഡർ. കൃത്യമായി പറഞ്ഞാൽ അതെ. വെറുമൊരു ഓർമ്മപ്പെടുത്തലല്ല, ഒരു പോസിറ്റീവ് അഫർമേഷൻ പോലെയാണത്. എനിക്ക് സാമ്പത്തികമായി മെച്ചപ്പെടണം, എന്റെ കടങ്ങൾ മാറണം, എന്റെ ജീവിതം ഐശ്വര്യപൂർണമാകണം തുടങ്ങിയ ചിന്തകൾ ആ ഒരു നിമിഷം മനസ്സിലൂടെ കടന്നുപോകും. ഒരു ദിവസം പലതവണ ഈ ചിന്ത മനസ്സിൽ വരുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു. ചിലപ്പോൾ പുതിയൊരു ബിസിനസ് തുടങ്ങാനുള്ള ആശയം തോന്നാം, അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ കൂടുതൽ ശ്രദ്ധിച്ച് മെച്ചപ്പെടാനുള്ള പ്രചോദനം ലഭിക്കാം.
അതുമല്ലെങ്കിൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാനുള്ളൊരു തോന്നലുണ്ടാകാം. ഇതൊരു മാനസികമായ ഉത്തേജനം അഥവാ സൈക്കോളജിക്കൽ ട്രിഗർ ആയി പ്രവർത്തിക്കും. വിശ്വാസം പ്രവൃത്തിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത്. നിങ്ങൾ ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, അതിനുവേണ്ടി നിങ്ങളുടെ മനസ്സിനെ നിരന്തരം സജ്ജമാക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇത് എത്ര കാലത്തേക്കാണ് ചെയ്യുന്നേ? ഒരിക്കൽ ചെയ്താൽ പിന്നെ ജീവിതകാലം മുഴുവൻ അതിന്റെ ഫലം കിട്ടുമോ? ഇല്ല, ഇതൊരു തുടർ പ്രക്രിയയായിട്ടാണ് ഇതിൽ പറയുന്നത്. 1-2 മാസം കൂടുമ്പോൾ, പാത്രത്തിലെ അരി തീരുമ്പോൾ അത് വീണ്ടും വൃത്തിയാക്കി പഴയ സുഗന്ധദ്രവ്യങ്ങൾ മാറ്റണം. കാരണം അവയുടെ മണവും ഗുണവും കാലക്രമേണ നഷ്ടപ്പെടുമല്ലോ. ആ പഴയ ഏലക്കയും ഗ്രാമ്പും ഒക്കെ മണ്ണിലിടുകയോ ഒഴുക്കുള്ള വെള്ളത്തിൽ കളയുകയോ ചെയ്യാം. എന്നാൽ ആ നാണയം വീണ്ടും കഴുകി ശുദ്ധീകരിച്ച് പുതിയ ഏലക്കായും ഗ്രാമ്പുവും ചേർത്ത് വീണ്ടും ഇതേപോലെ ആവർത്തിക്കണം. ഇത് ഈ ശീലം തുടർന്നു കൊണ്ടുപോകാനും ആ മാനസികമായ ഉത്തേജനം നിലനിർത്താനും സഹായിക്കും. ചുരുക്കത്തിൽ, സമൃദ്ധിയുടെ പ്രതീകമായ അരിപ്പാത്രത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്ന നാണയം, പോസിറ്റീവ് ഊർജം നൽകുന്ന ഏലയ്ക്ക, ഗ്രാമ്പൂ തുടങ്ങിയ വസ്തുക്കൾ ഒരു പ്രത്യേക അനുഷ്ഠാനത്തോടെ വെക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരുമെന്ന വിശ്വാസമാണ് മുന്നോട്ട് വെക്കുന്നത്.